ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ആയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റിന് മൂന്നാർ സൈറ്റ് സീയിങ് ആണ്. രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പൂരിയും കിഴങ്ങറിയായിരുന്നു. അതും കഴിച്ചിങ്ങ് ഇറങ്ങിയപ്പം വേറൊരു കൂട്ടുകാരനെ കിട്ടി. ആൾ ഇന്നലെ തൊട്ട് എല്ലാ ഡ്രൈവർമാരുടെയും കൂടെയാണ്. നല്ലൊരു സ്നേഹമുള്ള പൂച്ചയാണ്, പാവം. അത് കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റ് എത്തി. ഞങ്ങൾ നേരെ ഇനി ഇരവിക്കുളത്തേക്കാണ് പോകുന്നത്. ഇരവിക്കുളത്തേക്ക് പോകുന്ന വഴി അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു മഴ മാറിയത്. ഇവിടെ നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവന്ന ഒരു 2-3 മണിക്കൂർ ടൈം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും. പിന്നെ വണ്ടി കൊണ്ടേ പാർക്കിങ്ങിലിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട്. പോകുന്ന വഴി നമ്മുടെ ഒരു സുഹൃത്ത് രാജേഷേട്ടനെ കണ്ടുമുട്ടി. റാന്നിക്കാരനാണ്, പുള്ളിയും വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് നാഷണൽ പാർക്കിൻ്റെ മുമ്പിലുള്ള ചായക്കടയിലോട്ടാണ്. പിന്നെ ഒരു ചായ കുടിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങ് നിന്നു. ഇവിടെ വരുമ്പോൾ ഉള്ളൊരു ഗുണം, ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൂന്നാർ ടീം മ്യൂസിയത്തിലോട്ടാണ്. ഗസ്റ്റിനെ കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലാക്കി. പിന്നെ നേരെ ചായ കുടിക്കാനാണ് പോയത്. ഇവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് ഒരു ചായ ഉള്ളതാണ്. അങ്ങനെ ഗസ്റ്റ് വന്ന് ഞങ്ങൾ പിന്നെ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഗസ്റ്റിൻ്റെ വകയായിരുന്നു ഉച്ചത്തെ ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റോസ് ഗാർഡനിലോട്ടാണ്. ഗസ്റ്റ് നേരെ റോസ് ഗാർഡനിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മാട്ടുപ്പെട്ടിക്കാണ്. ഡാമിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ് ഈ കാണുന്നത്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ. തിരക്കുള്ള ദിവസങ്ങളിൽ ഈ പാലം കടന്നു കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. പിന്നെ നേരെ പോയത് ഇക്കോ പോയിന്റിലോട്ടാണ്. അവിടെയാണെങ്കിൽ വെള്ളവും ഇല്ല, ആൾക്കാരും ഇല്ല. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് പോയിന്റായ കുണ്ടള ഡാമിലോട്ടാണ് പോയത്. നിലവിലെ ഡാമിൻ്റെ അവസ്ഥ ഇതാണ്. വെള്ളമൊക്കെ ശരിക്കും വറ്റി വരണ്ടിരിക്കുകയാണ്. അടുത്ത മഴയ്ക്ക് റെഡിയാകുമായിരിക്കും. തിരിച്ചു വരുന്ന വഴി ചായ കുടിക്കാൻ നിർത്തിയതാണ്. തണുപ്പത്തൊരു ചൂട് ചായ കിട്ടുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ്.